അമ്മണി, എന്താണ് പറയൂ അമ്മണി. എനിക്കിനി സഹിക്കാൻ വയ്യ ചേച്ചി. എന്ത് സംഭവിച്ചു? ഞാൻ ബാലേട്ടന്റെ മുറപ്പെണ്ണാണ്. ചെറുപ്പം മുതലേ ഞാൻ സ്നേഹിച്ചതാണ്, എന്റെ ജീവനെ പോലെ. എന്നിട്ടിപ്പോ നേരെ സംസാരിക്കാറേ ഇല്ല. എന്തു പറഞ്ഞാലും ദേഷ്യമോ. എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ബാലേട്ടന് ഇപ്പൊ എന്നോട് സ്നേഹമേ ഇല്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി. കൊച്ചമ്മേ, ദേ അവൻ വന്ന് നിൽക്കുന്നു. ആര്? സാറിന്നാളെ വഴക്ക് പറഞ്ഞു വിട്ടില്ലേ അവൻ. ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറ. എനിക്കാരുമില്ല ചേച്ചി എന്റെ സങ്കടം പറയാൻ. എനിക്ക് തീർച്ചയാ ബാലേട്ടന്റെ മനസ്സിൽ മറ്റാരും ഉണ്ട്. ഞാനിനി എന്തിനു ജീവിക്കണം? ചേച്ചിയിലാ പോയത്. എന്തൊരു ഗമേല. നീ അറിയോ അവരെ? അറിയുമോന്നു? വൈക്കത്തല്ലേ വീട്. ചേട്ടൻ വക്കീൽ പണിക്ക് പോയപ്പോ നമ്മുടെ പ്രമിള ചേച്ചിയുടെ വീട്ടിൽ മറ്റൊക്കെയല്ലേ താമസിച്ചത്. അതന്നെ, ചേട്ടൻ ഈ ചേച്ചി നമ്മൾ വലിയ ലപ്പല്ലായിരുന്ന. അവര് നമ്മൾ കല്യാണം കഴിക്കാൻ വരെ പോയതാന്നേ. പ്രമീലെ, അമ്മണിക്ക് എന്താണ് അസുഖം? എനിക്ക് നിങ്ങളോട് അല്പം സംസാരിക്കാനുണ്ട്. അമ്മണി പാവമാണ്. അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അവളെ വേദനിപ്പിക്കരുത്. എനിക്കറിയാം പ്രമീലെ, അവൾ വേദനിക്കുന്നുണ്ടെന്ന്. ഞാൻ നഷ്ടപ്പെടുത്തിയ നിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എല്ലാം മറന്നുപോകും. സ്വർണ്ണക്കൂട്ടിൽ അടയ്ക്കപ്പെട്ട കിളിയെപ്പോലെ നീ ആ വീട്ടിൽ കഴിയുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അമ്മയുടെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ എന്ന ചിന്ത എന്നെ അതിലേറെ വിഷമിപ്പിക്കുന്നു. ഇപ്പോൾ എന്റെ മനസ്സ് നിറയെ നീയാണ്. ആ മനസ്സുകൊണ്ട് എനിക്ക് അമ്മയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ പ്രമീല. മിസ്റ്റർ ബാലചന്ദ്രൻ, ഞാൻ ഇന്നലെ അയാളുടെ ഭാര്യയാണ്. സ്വർണ്ണക്കൂട്ടിലല്ല, ശരപഞ്ചരത്തിലായാലും ഞാൻ അവിടെ ജീവിക്കേണ്ടവളാണ്. എന്റെ വേദന ഞാൻ അനുഭവിച്ചോളാം. അതിന് എനിക്കൊരു പങ്കുകാരന്റെ ആവശ്യമില്ല. പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട്, ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി എന്റെ അടുത്തേക്ക് വരരുത്. അമ്മണിയോ? അമ്മണിക്ക് സുഖമില്ലാന്ന് പറഞ്ഞു. പ്രമീള അങ്ങോട്ട് വന്നില്ലേ? എന്താ അമ്മണി, കാര്യം പറയൂ. ഞാൻ ആ മനുഷ്യന്റെ കൂടെ ഇനി ജീവിക്കില്ല. അതിന് മാത്രം എന്തുണ്ടായി? എന്താ അമ്മണി, തുറന്നു പറയൂ. ബാലേട്ടൻ ഒരു കാമുകയുണ്ട്. കാമുകയോ? അതെ, അവർ തമ്മിൽ നേരത്തെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ വീണ്ടും കണ്ടുമുട്ടി. അവളിന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. പലപ്പോഴും ബാലേട്ടൻ അവളെ കാണാറുണ്ട്. ബാലേട്ടന്റെ മനസ്സ് നിറയെ ഇപ്പൊ അവളാ.
ഇങ്ങനെ എനിക്കിനി മുമ്പോട്ട് പോകാനൊക്കില്ല. അവിടുന്ന് തന്നെ അടിച്ചിറക്കുന്നതിന് മുൻപ് എനിക്ക് അവിടുന്ന് രക്ഷപ്പെടണം. എനിക്ക് വിവാഹമോചനം വേണം. സാറേ, കൊച്ചമ്മ തന്നതാ. നിങ്ങളുടെ മനസ്സ് നിറയെ ആരാണെന്ന് ഞാൻ അറിഞ്ഞു. ഇതുവരെ എന്നോട് നിങ്ങൾ സ്നേഹം അഭിനയിക്കുകയായിരുന്നു. ഇനി ഈ നാടകം എന്നോട് വേണ്ട. അവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചോ. നിങ്ങളുടെ വെപ്പാട്ടിയോടുകൂടിയുള്ള താമസം എനിക്ക് വേണ്ട. ഞാൻ പോകുന്നു. ഹലോ, ബാലേന്ദ്രൻ, എന്റെ വീട്ടിലേക്ക് ഉടനെ ഒന്ന് വരൂ. ശരി സർ. സാറ് മുകളിലാണോ? അതെ, മുകളിലുണ്ട്. ബാലേന്ദ്രൻ വരണം. സർ. ഇരിക്കൂ. ഒരു സ്മാൾ ആകാം അല്ലേ? പ്രമീലേ, ഇരിക്കൂ. ബാലചന്ദ്രൻ, അമ്മിണി അവളുടെ വീട്ടിലേക്ക് പോയല്ലേ? അതെ സർ. എന്നെ വന്ന് കണ്ടിരുന്നു. ബാലചന്ദ്രനിൽ നിന്നും അവൾക്ക് വിവാഹമോചനം വേണമെന്ന്. ഈയിടെയായി അവൾക്ക് മാനസികമായ എന്തോ കുഴപ്പമുണ്ട്. വിവാഹമോചനം അമ്മിണിയേക്കാളേറെ ബാലചന്ദ്രൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ, എനിക്ക് ബാലചന്ദ്രൻ, ഞങ്ങളുടെ വിവാഹത്തിന് മുൻപ് നിങ്ങൾ പ്രമീളയെ കണ്ടിട്ടുണ്ടോ? നീ എന്റെ ഭാര്യയായി വരുന്നതിന് മുൻപ് ഇയാൾ അറിയുമായിരുന്നു. നിങ്ങൾ രണ്ടുപേരോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. സാർ, വിവാഹത്തിന് മുൻപ് നിനക്കുണ്ടായിരുന്ന പ്രേമബന്ധങ്ങൾ ഒരു തെറ്റായ കുറ്റമായോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ ഈ ബന്ധം എന്നിൽ നിന്ന് മറച്ചു വെച്ചു? പറയാതിരുന്നതല്ല നിങ്ങളുടെ തെറ്റ്. ആ രഹസ്യത്തിന്റെ മറവിൽ നിങ്ങൾ നിങ്ങളുടെ പ്രേമനാടകം തുടരുകയായിരുന്നു. എന്നെ വഞ്ചിക്കുകയായിരുന്നു. അങ്ങനെ പറയുന്നു. ഒരു വിവാഹമോചനം ആവശ്യപ്പെടുന്ന നിലയിലേക്ക് നിങ്ങളുടെ ഭാര്യ എത്തിച്ചേർന്നത് എങ്ങനെ? ബാലചന്ദ്രൻ അമ്മിണിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഇവരുടെ മോചനമാണ്. രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നീ ഒപ്പിട്ട വിവാഹ കരാറിൽ സ്നേഹവും വിശ്വസ്തതയുമുള്ള ഒരു ഭാര്യയായിരിക്കും നീ പ്രതിജ്ഞ ചെയ്തിരുന്നു. എന്റെ അന്തസ്സിനൊത്ത് നീ മാറുമെന്നും വളരുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. ആ പ്രതിജ്ഞയും പ്രതീക്ഷയും നീ ചവിട്ടിമതിച്ചു. കാമുകന്മാരിൽ നിന്റെ മനസ്സ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിച്ച എന്റെ മനസ്സിനെയാണ് നീ തകർത്ത് കളഞ്ഞത്. നിന്നെ വിവാഹം ചെയ്ത തെറ്റ് ഒരു വിളിപ്പുഭാണ്ഡമായി ഞാൻ ചുമക്കുന്നു. ഇപ്പോ എന്നിൽ നിന്ന് നീയല്ല,
നിന്നിൽ നിന്ന് ഞാനാണ് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ഇത് നമ്മുടെ വിവാഹമോചനത്തിനുള്ള പെറ്റീഷനാണ്. ഒപ്പിടൂ. എന്നോട് അതിന് മാത്രം പറയരുതേ. ഞാൻ ഒരിക്കലും ഇനി ഒന്നും പറയണമെന്നില്ല. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. ഈ നിമിഷം മുതൽ എന്റെ ഭാര്യയുമല്ല. ഈ വീട്ടിൽ ഇത്രയും നാൾ എന്റെ ഭാര്യയായി കഴിഞ്ഞ എന്തെങ്കിലും അവകാശം വേണമെങ്കിൽ ചോദിക്കാം. ബാലചന്ദ്രൻ, നിങ്ങൾക്കിനി ഇവിടെ എവിടെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാം. ദൂരേക്ക് ഒരു അതിരുണ്ട് സാർ. ഞാൻ തെറ്റുകാരനാണ്. പക്ഷേ പ്രമീള നിങ്ങളുടെ ഭാര്യയായതിനു ശേഷം മിസ്റ്റർ ബാലചന്ദ്രൻ, വേണ്ട. എനിക്ക് വേണ്ടി ഇനി നിങ്ങൾ വാദിക്കണ്ട. എന്റെ വിധി ശിക്ഷയും കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ സ്വതന്ത്രയാണ്. ഞാൻ മിസ്റ്റർ ബാലചന്ദ്രനെ സ്നേഹിച്ചിരുന്നു. ഞങ്ങളുടെ വിവാഹ നിശ്ചയം വരെ എത്തിയതാണ്. നിങ്ങളുടെ വിശ്വസ്ത ഭാര്യയെ ജീവിച്ചു കൊള്ളാമെന്ന് വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെച്ച നിമിഷം മുതൽ എന്റെ ഭർത്താവിനല്ലാതെ ഒരു അന്യപുരുഷന് ഞാൻ എന്റെ മനസ്സിൽ സ്ഥാനം നൽകിയിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. ഒരു ഭർത്താവിന്റെ സഹവാസവും സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നിങ്ങളുടെ അന്തസ്സത്ത് ഒരു ഭാര്യയാകാൻ ഒരു സ്ത്രീയുടെ എല്ലാ സങ്കല്പങ്ങളും മോഹങ്ങളും ഞാൻ അടക്കി. നിങ്ങളുടെ ചിട്ടകൾക്ക് നിയമങ്ങൾക്ക് ഞാൻ വഴങ്ങി. എന്നിട്ട് ഒരു വളർത്തുനായുടെ സ്ഥാനം പോലും നിങ്ങൾ എനിക്ക് തന്നില്ല. എന്റെ വാക്കുകൾക്കും വിചാരങ്ങൾക്ക് പോലും നിയന്ത്രണമായിരുന്നു. എല്ലാം ഞാൻ സഹിച്ചു. ആ എന്നെ കൊണ്ടാണ് ഈ ഒപ്പിടി വെച്ചിരിക്കുന്നത്. ഞാൻ പരാതിപ്പെടുന്നില്ല. എല്ലാം ഞാൻ അർഹിക്കുന്നത്. ഈ ജീവിതം ഞാൻ സ്വയം തിരഞ്ഞെടുത്തതാണ്.